പത്തനംതിട്ടയിലെ ജനസഭ തുടരുന്നു. അഡ്വക്കേറ്റ് ശങ്കരൻ മറുപടി. ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ കേരള സർക്കാരിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നിലപാടിനെ സംബന്ധിച്ച് കേരളത്തിൽ അധികം പേർക്ക് സംശയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ സംശയമുള്ള ഒരു ബഹുമാനനായ സുഹൃത്താണ് ചോദ്യം ഉന്നയിച്ചത്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ചർച്ച പാർലമെൻറ്റിൽ വന്ന സമയത്ത് ന്യൂനപക്ഷ ബില്ലിനെ സംബന്ധിച്ചൊരു പാർലമെൻറ്റിൽ ഒരു ചർച്ച വന്നിട്ട് അതിനെ എതിർക്കാൻ കേരളത്തിൽ നിന്ന് ഒരു MP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആലപ്പുഴയിൽ നിന്നുള്ള MP ആരിഫ് മാത്രമാണ് അതിനെ എതിർത്തത്. എന്നിട്ട് ആ MPക്കെതിരെ രാജ്യദ്രോഹ കുറ്റം എടുക്കുമെന്ന് പറഞ്ഞ് തന്നെ വേറെ ചർച്ചകൾ വന്നു. മറ്റുള്ളവരൊക്കെ എവിടെ പോയി ആ സമയത്ത്? അതാണ് ഇത് അവതരിപ്പിച്ചപ്പോൾ പറയാനുള്ള ഒരു കാര്യം. രണ്ടാമത് ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്നത് പറഞ്ഞോട്ടെ. അതേപോലെ തന്നെ കേരളത്തിൽ ഈ ന്യൂനപക്ഷ മറ്റൊരു വിഭാഗം അല്ല, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രിയ സുഹൃത്തെ പ്ലീസ് ഒന്ന് സഹകരിക്കൂ പ്ലീസ്. എനിക്ക് 9 മണി വരെ വളരെ സമാധാനപരമായിട്ട് നടത്തിക്കൊണ്ടു പോകേണ്ടതാ. പ്ലീസ് ബഹളം ഉണ്ടാക്കരുത് പ്ലീസ്. അതേ മറുപടി പറയട്ടെ. ഒരു നിമിഷം. ചോദ്യകർത്താവിനോട് വളരെ ബഹുമാനത്തോട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. ഒട്ടും മോശമാക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ കേരളത്തിലെന്നല്ല, ഇടതുപക്ഷം ആവശ്യത്തിലധികം ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ പോകുന്നു എന്നാണ് മറ്റൊരു പക്ഷം ആരോപിക്കുന്നത്. അവരുടെ ആരോപണമാണ് കേരളമെന്നല്ല, ഇടതുപക്ഷത്തിന് ഒരു ന്യൂനപക്ഷ പ്രീണനം ഉണ്ടെന്ന് വരെ പറയുന്നവരുണ്ട്. അങ്ങനെ പറയുമ്പോഴാണ് ന്യൂനപക്ഷത്തിന് എതിരായി നിൽക്കുകയാണെന്ന് വേറൊരു കൂട്ടർ പറയുന്നത്. ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള വർഗീയവാദികളുടെ ആശയങ്ങളാണ്. ഈ രണ്ട് വർഗീയവാദികളോട് ഞങ്ങൾ എതിരാണ്. ഞങ്ങൾ ഹിന്ദു വർഗീയതയ്ക്കും എതിരാണ്, മുസ്ലിം വർഗീയതയ്ക്കും എതിരാണ്, എല്ലാത്തരം രണ്ടാമത്തെ കാര്യം കേരളം എന്ന സംസ്ഥാനത്തല്ലാതെ വർഗീയ കലാപം നടക്കാത്ത ഒരു സംസ്ഥാനമല്ലേ കേരളം. മറ്റു പല സംസ്ഥാനങ്ങളിലും വർഗീയ കലാപം നടക്കുന്നുണ്ടല്ലോ. ആരുമായിക്കൊള്ളട്ടെ, വർഗീയ കലാപങ്ങൾ പല സ്ഥലത്ത് നടന്നല്ലോ. മാറാട് കഴിഞ്ഞിട്ട് എത്ര 25 വർഷം മുമ്പ് മാറാടുണ്ടായപ്പോൾ മാറാടുണ്ടാക്കിയത് ആരാണെന്നറിയാം? തലശ്ശേരി 40 വർഷം മുമ്പ് തലശ്ശേരിയിലും 25 വർഷം മുമ്പ് മാറാട്ടും ബോധപൂർവ്വം ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ അതിനെ ഇല്ലാതാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. അതേപോലെ തന്നെ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനമാണ് കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാകാതിരിക്കുന്നത്. നേരെ മറിച്ച് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷത്തിന്റെ സ്വാധീനം വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ട് അവിടെയെല്ലാം വർഗീയ കലാപം ഉണ്ടാകുന്നു. എല്ലാ തരത്തിലും എടുക്കുന്നു. ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ അങ്ങനെയല്ല. അതെ, വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടും ആ സംഭവം നടന്നിട്ട് എത്രയോ വർഷങ്ങളായെന്ന് മാത്രമല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വർഗീയ ശക്തികളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഇടപെട്ടത് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ നേതാക്കളാണ്. ഒരിക്കലും ഒരു വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കാൻ ഇടതുപക്ഷം തയ്യാറായിട്ടില്ല. ഇന്നും അതാണ് പറയാനുള്ളത്. ഒരു വർഗീയതയും മേലാലും പ്രോത്സാഹിപ്പിക്കില്ല. അതേപോലെ തന്നെ അവസരോചിതമായി നിലപാട് സ്വീകരിക്കത്തില്ല. വോട്ട് കിട്ടാൻ വേണ്ടി ഒരു മതത്തിനെ പ്രീണനം ചെയ്യുന്ന പരിപാടി ഇടതുപക്ഷത്തിനില്ല. അത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കേസുകളുടെ കാര്യം ഒന്നും പറഞ്ഞില്ല. കേസിന്റെ കാര്യം ഏത് കേസ്? അല്ല, ഇവിടെ ഏതെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ അത് ആശയപരമായ കേസല്ല, അക്രമവുമായി ബന്ധപ്പെട്ട കേസാണ്. അതായത് പോലീസിനെ കല്ലെറിഞ്ഞതോ അതല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിച്ചതോ ഒക്കെ ആയി ബന്ധപ്പെട്ടും അല്ലാതെ വേറൊരു ക്രിമിനൽ കേസും ഇല്ല. വേറെ ഒരു കേസ് അത് ആര് ചെയ്താലും ഇടതുപക്ഷക്കാർ ചെയ്താലും കേസ് വരും. അത്തരത്തിലുള്ള അക്രമങ്ങൾ അത്തരം കേസല്ലാതെ വേറെ ഏത് കേസാ ഉള്ളത്? സൂരജിനോട് ഒരു ചോദ്യം കൂടി ചോദിച്ചില്ലേ താങ്കൾ? സൂരജ് പെട്ടെന്ന് മറുപടി. ഇതിപ്പോ ഇവിടെ പരസ്പരം തമ്മിലടിക്കുന്ന രീതിയിലുള്ള പറയുന്നത്. കാരണം ഇവരെല്ലാം ഒരു മുന്നണിയുടെ ഭാഗമാണ്. ഇവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇവർ കേന്ദ്രത്തിൽ പോകുന്നത് മോദി സർക്കാരിനെ എതിർക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ഇവിടെ പരസ്പരം തമ്മിലടിക്കുകയാണ്, അണികൾ തമ്മിലടിക്കുകയാണ്. പക്ഷെ ഇവര് അവിടെ പോകുന്നത് എന്തുവാ? നരേന്ദ്രമോദി എതിർക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഇവർക്കുള്ളൂ. ഇപ്പൊ ഇവിടെ പൗരത്വ നിയമത്തെക്കുറിച്ച് പറഞ്ഞു. രാജ്യത്ത് ഇവിടെ ആരാണ് ഇവിടെ പുറത്താകാൻ വേണ്ടി പോകുന്നത്? ഏത് മുസ്ലിം സഹോദരന്മാരാണ് പുറത്താകാൻ വേണ്ടി പോകുന്നത്? രാജ്യത്തെ മുസ്ലിം സഹോദരന്മാർക്കറിയാം ഇത് ഇവിടെ കെട്ടിച്ചമച്ചിട്ടുള്ള കാര്യമാണെന്ന്. അവരെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയോ അല്ലെങ്കിൽ മോദി സർക്കാർ ചെയ്യുന്ന കാര്യത്തെ പിന്തുണയ്ക്കുകയാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിം സഹോദരന്മാരുള്ള മണ്ഡലങ്ങൾ വിജയിക്കുന്നത് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഉത്തർപ്രദേശിലെ പല മണ്ഡലങ്ങളും നോക്കൂ, അവിടെ വിജയിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇത് ചുമ്മാ വോട്ട് തട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള
സമീപനമാണ് ഈ ഇരു മുന്നണികളും ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് സർക്കാർ വന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വികസനമാണ് രാജ്യത്ത് നടപ്പാക്കിയിരിക്കുന്നത്. ഇപ്പൊ മെഡിക്കൽ കോളേജ് 300 താഴെ മെഡിക്കൽ കോളേജേ ഉള്ളായിരുന്നു കോൺഗ്രസ് ഭരണകാലത്ത്. ഇന്നത് 1000-നടുത്ത് മെഡിക്കൽ കോളേജുകളായി. എയിംസ് എത്ര ഇരട്ടി വർദ്ധിച്ചിരിക്കുകയാണ്. വിമാനത്താവളങ്ങളെ എത്ര ഇരട്ടി വർദ്ധിച്ചിരിക്കുകയാണ്. ദേശീയപാതയുടെ വികസനങ്ങളെ ഓരോ മിനിറ്റിലും കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങളാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഗാന്ധി ശിഷ്യന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്നുള്ളത്. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇത്ര നാളും ഭരിച്ചിട്ട് ഈ നാട്ടിലെ പാവങ്ങൾക്ക് വീട് കൊടുക്കാൻ സാധിച്ചോ? ഇന്ന് മോദി സർക്കാർ ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലെ 4 കോടി ഭവനങ്ങളാണ് നൽകിയിട്ടുള്ളത്. നഗരപ്രദേശങ്ങളിലെ 5 കോടി സാധാരണക്കാരന് വീടുകൾ നൽകിയിട്ടുണ്ട്. ഇത്രയും വികസനം കൊണ്ടുവന്നിട്ടും ഈ സഹോദരന്മാർ ഒന്നും വന്നിട്ടില്ല എന്നുള്ള പ്രചരണങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വികസനത്തിന്റെ കുറേ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഒന്നാമത് പറഞ്ഞത് തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ കാര്യമാണ്. ഇത്രയും വൃത്തികെട്ട അധംപതിച്ച ഒരു റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലുണ്ടെങ്കിൽ അത് തിരുവല്ലയാണ്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് നേരിട്ട് സ്റ്റേഷൻ എൻട്രി കയറി പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് പോകുന്നതിലും എളുപ്പം ഇങ്ങേപ്പുറത്തെ സൈഡിൽ കൂടെയുള്ള ബൈ റോഡേ കൂടെ പാളം വഴി പോകുന്നതാണ്. ഒരു രീതിയിൽ വികസനമില്ലാത്ത അവിടെ കൊണ്ടൊരു എസ്കലേറ്റർ വെച്ചിട്ടുണ്ട്. മനുഷ്യന് കയറാം, പക്ഷേ ഇറങ്ങാൻ പറ്റത്തില്ല. കയറിയ ആൾ മേളിൽ പാലത്തിൻ്റെ മേളിൽ നിന്നോണം, ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങണ ആരെങ്കിലും വയ്യാത്തവരെ കൊണ്ടിറങ്ങണം. രണ്ടാമത് ഇവിടുത്തെ ഹൈവേ അതോറിറ്റി ഇവിടെ ചെയ്തേക്കുന്ന മലയോര ഹൈവേയിലെ വെയിറ്റിംഗ് ഷെഡുകളെ കുറിച്ചാണ്. തദ്ദേശ സ്ഥാപനങ്ങളും ഹൈവേ അതോറിറ്റിയും വെയിറ്റിംഗ് ഷെഡ് ഒരേ ഇടത്ത് തന്നെ ആൻ്റണിയുടെ പേര് വെച്ചിട്ട് 2 ലക്ഷം രൂപയുടെ വെയിറ്റ് ഷെഡിന് 25 ലക്ഷം രൂപ എഴുതി ഒരു 30 വെയിറ്റ് ഷെഡ് മേലെ ഈ പത്തനാപുരം പുനലൂർ റോഡിൽ വെച്ചിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഇവിടെ ഏറ്റവും കൂടുതൽ ശബരിമല വിഷയത്തിൽ ഇടപെട്ടതാണ് UDF-ഉം BJP-യും. ഈ UDF-ഉം BJP-യും ഈ ശബരിമല ഇത്രയേറെ ബഹുമാനിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസിന് തിരുവല്ലായാലും ചെങ്ങന്നൂരും ഒരു സ്റ്റോപ്പ് കൊടുത്തില്ല? ഇത്ര 8 വർഷം 13 വർഷമായിട്ട് അത് പറ്റിയില്ലേ? ഇന്ന് ശബരിമലയിൽ ഒരു അയ്യപ്പൻ വരണമെങ്കിൽ ആ അയ്യപ്പ ഭക്തൻ കോട്ടയത്ത് പോകേണ്ട ഗതികേടാണ്, കായംകുളത്ത് പോകേണ്ട ഗതികേടാണ്. ദീർഘദൂര ട്രെയിനുകൾ എന്തുകൊണ്ട് തിരുവല്ലയിൽ നിർത്തുന്നില്ല? മൂന്നാമത് അതിനു മുമ്പേ ഒരു ചോദ്യത്തിന് മറുപടി പറയാനാണ് സൂരജിനോട് ഒരു കാര്യം. CA ആക്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഏറ്റവും കൂടുതൽ മുസ്ലിം ഇതിന്. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, വികസനത്തിന്റെ കാര്യം പറഞ്ഞ് BJP സർക്കാരിന് മുന്നിട്ട് നിൽക്കാമെങ്കിൽ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാമെങ്കിൽ എന്തുകൊണ്ട് വെറുപ്പിന്റെ രാഷ്ട്രീയം ഉളവാക്കുന്നു? ഒരു മതന്യൂനപക്ഷത്തെ മാത്രം വ്യക്തിപരമായി ഇല്ലാതാക്കുന്ന രീതിയിൽ, വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ഈ മതരാഷ്ട്രീയം, വെറുപ്പിന്റെ രാഷ്ട്രീയം ഈ ഇലക്ഷൻ സമയത്ത് എന്തുകൊണ്ട് കൊണ്ടിരുന്നു? ഒരു ചോദ്യത്തിന് മറുപടി പറയണ്ട. ഒരു നിമിഷം അദ്ദേഹം മറുപടി പറയട്ടെ. രണ്ടുപേരോട് ചോദിച്ചിരിക്കല്ലേ, പ്ലീസ്. 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ കാര്യം ആദ്യം പറഞ്ഞു. കോൺഗ്രസ് ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്താണ് കൊടിക്കുന്നിൽ സുരേഷ് അടൂർ കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുവന്നത്. ശ്രീ ഓമലൂർ ശങ്കര ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കും പറയാം. കേന്ദ്ര ഗവൺമെൻറ് ശ്രീ വയലാർ രവിയാണ് ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയത്തിന് തറക്കല്ലിട്ടതും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും ഫണ്ട് അനുവദിച്ചതും കോൺഗ്രസ് UPA ഗവൺമെൻറ് സമയത്താണ്. അതേ ഗവൺമെൻറ് സമയത്ത് തന്നെയാണ് കോന്നി കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ നടപടികൾ ആരംഭിച്ചതും. അതൊന്ന്. 2, ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാം. CAയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നു. കേസുകളുടെ കാര്യം ഇവിടെ പറഞ്ഞു. ഒരു കാര്യം ഞാൻ സമ്മതിക്കുക, ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷങ്ങളോടും ഭൂരിപക്ഷത്തിനോടും ഒരേ സമീപനമാണ്. ശബരിമല വിഷയത്തിൽ നിരവധി കേസുകൾ എടുത്തു. അവസാനം NSSന്റെ സമ്മർദ്ദം വന്നപ്പോൾ കുറച്ച് കേസുകൾ പിൻവലിച്ചു. ശ്രീ ഉമ്മൻചാണ്ടി സാർ 1-ാം പ്രതി, രമേശ് ചെന്നിത്തല 2-ാം പ്രതി, ഞാൻ 11-ാം പ്രതിയായ ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് കോടതിയിൽ കേസ് പറഞ്ഞാണ് ഞങ്ങൾ പിൻവലിച്ചത്. ഞങ്ങളിത് വെറും റോഡിൽ കുത്തിയിരുന്നതേ ഉള്ളൂ. ഇതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എടുത്ത കേസ് 835 കേസാണ് എടുത്തത്. 7,913 പേർക്ക് പേരിലെടുത്ത കേസ് 114 കേസ് മാത്രമേ പിൻവലിച്ചിട്ടുള്ളൂ. 114. ഇതൊന്നും പൊതുമുതൽ നശിപ്പിച്ച കേസല്ല. അല്ലാതെ തന്നെ പ്രകടനം നടത്തിയതിന്റെ പേരിലെടുത്ത കേസ്, പെറ്റി കേസ് മാത്രമായിട്ടുള്ള കേസുകളാണ് പിൻവലിക്കാനുള്ളത്. വികസനം അവിടെ ഞാൻ പറഞ്ഞു, തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ 12.41 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. അത് പൂർത്തീകരിച്ച് വരുമ്പോൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ എന്താണെന്ന് കാണാം. വന്ദേ ഭാരത് എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അത് കൊടിക്കുന്നിൽ സുരേഷ് ചെങ്ങന്നൂർ വേണമെന്നും ആന്റോണി തിരുവല്ലയിൽ വേണമെന്നും ആവശ്യപ്പെട്ട് നിരവധി തവണ നിവേദനങ്ങൾ കൊടുക്കി അനുവദിക്കേണ്ടത് ചെങ്ങന്നൂർ അനുവദിച്ചു. പറയട്ടെ പ്ലീസ്. അദ്ദേഹത്തോടല്ലേ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയട്ടെ.
ചെങ്ങന്നൂര് അനുവദിച്ചു, തിരുവല്ലയിൽ അനുവദിച്ചില്ല. അതിന് സ്റ്റോപ്പുകൾ ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കാം അനുവദിക്കാതെ. തന്നെയല്ല, ശബരിമല ഉൾപ്പെടുന്ന ഏക റെയിൽവേ സ്റ്റേഷൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ നിരവധി തവണ പല ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ഇവിടെ നിർത്തണമെന്നും പലതവണ ആന്റണി ആവശ്യപ്പെട്ടതാണ്. ശബരിമലയെ ബന്ധപ്പെട്ട് 15 തവണയാണ് ശബരിമലയെ ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ, വനഭൂമി അനുവദിക്കുന്നത്, ശബരിമല ക്ഷേത്രം ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് 15 തവണയാണ് കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹം സബ്മിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. വെറുപ്പിന്റെ രാഷ്ട്രീയം. ഒരു നിമിഷം, അദ്ദേഹത്തോട് ചോദ്യമുണ്ട്. വെറുപ്പിന്റെ രാഷ്ട്രീയം പെട്ടെന്ന് മറുപടി. എന്ത് വെറുപ്പിന്റെ രാഷ്ട്രീയം? ഇവർ തമ്മിൽ പരസ്പരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോദി സർക്കാരോ കേന്ദ്ര ഗവൺമെന്റോ ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയം ഇവിടെ സ്വീകരിക്കുന്നില്ല. ഇവിടെ ആരെയും പുറത്താക്കുന്നില്ല. ആരെയാണ് പുറത്താക്കുന്നത്? ഏതെങ്കിലും ഇന്ത്യൻ പൗരന്മാരെ പുറത്താക്കുന്നുണ്ടോ? രാജ്യത്തൊരു നിയമം കൊണ്ടുവന്നു, അത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നിയമം കൊണ്ടുവന്നു, അത് ആരെയും പുറത്താക്കുന്നില്ല. വെറുതെ പറയുകയാണ് പുറത്താക്കുന്നു. പിന്നെ ഇദ്ദേഹം പറഞ്ഞു കേട്ട് ഫെഡറൽ സംവിധാനം എല്ലാം തകരുത്. GST ഫണ്ട് കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത്. GST നടപ്പാക്കിയപ്പോൾ ഇവിടെ വലിയ പ്രക്ഷോഭം നടത്തി. ഇവിടെ ഫെഡറൽ സംവിധാനം തകരാറിലാകുന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഇടതുപക്ഷം. ഇന്നിപ്പോൾ GST എന്നുള്ള മാസാമാസമുള്ള വിഹിതം നോക്കിയിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ. ക്ഷേമ കൊടുക്കണമെങ്കിൽ GST വിഹിതം വേണം. മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും വാഹനം വാങ്ങിക്കണമെങ്കിൽ GST വിഹിതം വേണം. അപ്പോൾ നടപ്പാക്കിയ സമയത്ത് പറഞ്ഞു ഇതാ ഫെഡറൽ സംവിധാനം തകരാറിലാകാൻ പോകുന്നു. ഈ തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയമില്ല. എല്ലാ ഇന്ത്യക്കാരെ ഒന്നായിട്ട് കാണുന്ന സമീപനമാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നത്. ഒരു ഇന്ത്യൻ പൗരനെയും പുറത്താക്കുന്നില്ല. അത് പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. പത്തനംതിട്ട ജനസഭയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ചോദ്യങ്ങളിലേക്ക് പോകുന്നു. പെട്ടെന്ന് ബഹുമാനപ്പെട്ട ശങ്കര സഹോദരൻ, ശ്രീമാൻ മോദി കൊച്ചിയിൽ വന്നിട്ട് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നടക്കുന്ന മുഴുവൻ തട്ടിപ്പുകളുടെയും സ്വർണ്ണക്കടത്തിൻ്റെയും എല്ലാം കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയുണ്ടെങ്കിൽ ശ്രീമാൻ മോദിക്കും മോദിയുടെ പ്രതിനിധി പറയണം, അതിന് മറുപടി പറയണം. ശ്രീമാൻ മോദിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ അന്വേഷണ ഏജൻസികളെ വെച്ച് നടത്തിയ അന്വേഷണം എവിടെ എത്തി എന്ന് പ്രതിനിധി പറയണം. ഒന്ന്. രണ്ട് ഇവിടെ അൻസർ ചോദിച്ച ഒരു ചോദ്യം CAA വിഷയത്തിൽ അങ്ങ് പറഞ്ഞു കൊല്ലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പ് തുടങ്ങിയെന്ന് പറഞ്ഞത് ഞങ്ങളല്ല പറഞ്ഞത്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റാ. കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ചു, ശ്രീമാൻ പിണറായിയോട് ചോദിച്ചു, കൊല്ലത്ത് ഈ ഇല്ലീഗൽ മൈഗ്രൻസിനെ, അനധികൃതമായി കുടിയേറുന്നവരെ, ഈ മുസ്ലിങ്ങളെ പാർപ്പിക്കുന്നതിന് വേണ്ടി കൊല്ലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പ് തുടങ്ങി വിളിച്ച് ശ്രീമാൻ സുരേന്ദ്രൻ ചോദിച്ചു. മറുപടി പറഞ്ഞിട്ടില്ല. ഇവിടെ അൻസറും ചോദിച്ചതാണ്. പ്രതിനിധി മറുപടി പറയണം. ഒന്ന്. രണ്ട്, കേരളത്തിലല്ല, വേറെ വിഷയം കൊണ്ടുണ്ട്. കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച ഒരാളായി നിൽക്കുന്നത് അദ്ദേഹത്തിന് ഈ പത്തനംതിട്ട നഗരത്തിൽ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ആദ്യം കൊണ്ടുപോയത് എക്സ്റേ എടുക്കാൻ, സ്കാൻ ചെയ്യാൻ മെഡിക്കൽ കോളേജിലാണ്. അത് ആ മാന്യദേഹമാണ് പറഞ്ഞത് കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റമാണെന്ന്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. നിങ്ങൾക്കറിയോ, കോന്നിയിൽ ശ്രീമാൻ അടൂർ പ്രകാശ് കൊണ്ടുവന്ന ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ കക്കൂസിന്റെ ബോർഡ് വരെ ഉദ്ഘാടനത്തിന്റെ എല്ലാ ദിവസവും ഉദ്ഘാടനം, കക്കൂസ് മുറി വരെ ഉദ്ഘാടനം ദിവസവും. അല്ലാതെ അവിടെ ഇന്ന് ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല. മെഡിക്കൽ കോളേജ് വിഷയത്തിൽ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല. ഈ വിഷയത്തിൽ ഇതേപോലുള്ള വിവിധങ്ങളായ വിഷയങ്ങളാണ് അദ്ദേഹം അതിന് മറുപടി. 3 ചോദ്യം 3 ഉത്തരം. കോൺസെൻട്രേഷൻ ക്യാമ്പിനെ സംബന്ധിച്ചൊക്കെ അന്വേഷണം നടത്താൻ കേന്ദ്ര ഗവൺമെന്റിനും അവകാശമുണ്ട്, സംസ്ഥാന ഗവൺമെന്റിനും അവകാശമുണ്ട്. അന്വേഷണം നടത്തി കണ്ടുപിടിക്കട്ടെ. കേരളത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടല്ലോ? അല്ല, അങ്ങനെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പിനെ പറ്റിയൊന്നും നമുക്കൊന്നും അറിയില്ല. അഥവാ ഉണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, നടപടി എടുക്കട്ടെ. നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. അത് അന്വേഷിക്കാൻ കഴിയുന്ന എത്രയോ, ഒരു ചെറിയ കാര്യം പോലും, ഇന്ന് ഒരു ചെറിയ കാര്യം ഉണ്ടായാൽ പോലും വീട്ടിൽ വന്ന് അന്വേഷിക്കാനുള്ള ഒരുപാട് കേന്ദ്ര ഏജൻസികളുണ്ടല്ലോ. ED ആണെങ്കിൽ വീട്ടിൽ വന്നല്ലേ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ED രാഷ്ട്രീയ എതിരാളികളെ അറസ്റ്റ് ചെയ്യുകയോ അതുപോലെ തന്നെ ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്യായിരുന്നെങ്കിൽ ED നിമിഷ നേരം കൊണ്ട് ഓടി വരുമല്ലോ. വരട്ടെ, കോൺസെൻട്രേഷൻ ക്യാമ്പ് പരിശോധിക്കട്ടെ, ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ. യാതൊരു തർക്കവും ഇല്ല അതിനകത്ത്. അല്ല, ആരോപണം ഉന്നയിക്കുന്നവരാണ് തെളിയിക്കേണ്ടത്. ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയേണ്ടത്. ആരോപണം ഉന്നയിക്കുന്നവർ ആരോപണത്തിന് തെളിവ് ഹാജരാക്കണം. കേന്ദ്ര ഏജൻസി അന്വേഷിക്കട്ടെ, ഏത് ഏജൻസിയും അന്വേഷിക്കട്ടെ, ഏത് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടെന്ന് ഏത് ഏജൻസി അന്വേഷിക്കട്ടെ, നമുക്ക് യാതൊരു പരാതി. അടുത്ത പ്രധാനമന്ത്രിയുടെ ആരോപണം. അടുത്തത് സ്വർണ്ണക്കടത്ത് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും പറയാവുന്ന സ്വർണ്ണക്കടത്ത് പോലും ഉണ്ടല്ലോ. ഇപ്പോ കണ്ടുപിടിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ സ്വർണ്ണക്കടത്തിനെ എല്ലാം നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും കേന്ദ്ര ഗവൺമെന്റ് ആണ്. അവർക്ക് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം.
അവർക്ക് വിമാനത്താവളത്തിൽ വെച്ച് കണ്ടുപിടിക്കാം, അവർക്ക് കപ്പൽ തുറമുഖത്ത് വെച്ച് കണ്ടുപിടിക്കാം. എക്സൈസ് വകുപ്പ് അവരുടേതാണ്. അതുപോലെ തന്നെ എല്ലാ വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന് കണ്ടുപിടിക്കാവുന്ന സ്വർണ്ണക്കടത്ത് എന്തിനാ പിന്നെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് അങ്ങനെ കണ്ടുപിടിക്കട്ടെ, അദ്ദേഹം കണ്ടുപിടിക്കട്ടെ. സ്വർണ്ണം ഇവിടെ ഇരിക്കുന്നത് അദ്ദേഹം കണ്ടുപിടിച്ചാ പോരെ. ശങ്കര സഖാവേ, അടുത്ത ഒരു മിനിറ്റ് അല്ല, സഖാവിന് ഒരു ആക്സിഡന്റ് പറ്റിയപ്പോ പോലും ഇവിടുത്തെ ആശുപത്രിയെ ആശ്രയിക്കാൻ പറ്റുന്നത് ശരിയാണോ? യാഥാർത്ഥ്യമാണോ? ചോദ്യകർത്താവിന് എന്നോട് തോന്നിയ ആ ഒരു സഹതാപത്തിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് ആക്സിഡന്റ് പറ്റിയപ്പോൾ ഏറ്റവും ഫലപ്രദമായ സൗജന്യ ചികിത്സ ലഭിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ്. കാരണം കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കേരളത്തിലെ ഏത് സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയേക്കാളും മികച്ച രീതിയിലുള്ള സേവനം, ആരോഗ്യ പരിപാലനം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്നുണ്ട്. എനിക്ക് 10 പൈസ ചെലവായില്ല. എന്റെ ട്രീറ്റ്മെന്റിന് തലയിൽ ക്ലോട്ടിങ് വന്നപ്പോൾ, ഞാൻ വാഹനം ഇടിച്ച് റോഡിൽ വീണ് തലയിൽ ക്ലോട്ടിങ് വന്നപ്പോൾ അത് മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ തല വെട്ടി കീറി ഒരു ഓപ്പറേഷൻ നടത്തുമായിരുന്നു. 10 രൂപയുടെ ചെലവില്ലാതെ ഞാൻ സുഖമായിട്ട് അവിടെ നിന്ന് ചികിത്സിച്ചിറങ്ങിയത് ഈ കേരളത്തിലെ ആരോഗ്യ നയമാണ്. കേരള ഗവൺമെന്റിന്റെ ആരോഗ്യ നയമാണ്. സഖാവേ, അങ്ങനെയാണ് അത് മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും കൂടി പറയണം. അതെ, പറയുന്നുണ്ടല്ലോ. അടുത്ത ചോദ്യം. കേരളത്തിന് വാളയാറിനപ്പുറത്ത് ഒരു മുറിയിലിരുന്ന് ചായ കുടിക്കുന്ന ആളുകളാണ് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും. അവരാണ് ഇവിടെ വന്നിട്ട് BJPക്കെതിരെ പറയുന്നത്, BJP എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് എതിർത്തുകൊണ്ടിരിക്കുന്നത്. BJP എടുക്കുന്ന തീരുമാനങ്ങൾ രഹസ്യമായി എടുക്കുന്ന തീരുമാനങ്ങളല്ല. ഭാരതീയ ജനതാ പാർട്ടി രൂപപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ 40 വർഷം മുമ്പ് മുതൽ തന്നെ എടുത്തിട്ടുള്ള ഒരു പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ 5 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ പദ്ധതികളും. അതുപോലെ തന്നെ നമ്മൾ അയോധ്യയിലെ രാമക്ഷേത്രം മുതൽ ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ള നടപ്പാക്കിയിട്ടുള്ള CAA പൗരത്വ നിയമം വരെയുള്ള ഓരോ കാര്യങ്ങളും ഓരോ പ്രകടന പത്രികയിലും അജണ്ടയായി തന്നെ BJP നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തത് ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 2019 സങ്കല്പം എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രകടന പത്രികയിലുള്ള കാര്യങ്ങളുമാണ്. അത് ഈ വർഷവും ഞങ്ങൾ അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനങ്ങൾ ഓരോ രീതിയിലും ഞങ്ങൾ നടപ്പാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എതിർക്കാവുന്ന രീതിയിൽ നിങ്ങൾ എതിർക്കുക എന്നുള്ളത് നിങ്ങളുടെ നയമാണ്. നിങ്ങൾ എതിർക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾ യാതൊരു തരത്തിലും അടിച്ചമർത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നുമില്ല. ഒരു പ്രതിപക്ഷത്തെ ഞങ്ങൾ ഇവിടെ അടിച്ചമർത്തിയിട്ടുമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം UDFന്റെ പ്രതിനിധിയോടാണ്. ഈ പത്തനംതിട്ട ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ബോർഡ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉയരുന്നുണ്ട്, ഒരു ഇൻഡോർ സ്റ്റേഡിയം. അതെന്ന് പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ളത് ഒന്നാമത്തെ ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയോടാണ്. കോഴഞ്ചേരിയിലും റാന്നിയിലും ഓരോ പാലത്തിൻ്റെ 2 തൂണുകൾ 6 നടുക്ക് കുഴിച്ചിട്ടുണ്ട്. അത് എന്ന് പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ള അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ, ഇൻഡോർ സ്റ്റേഡിയം ആദ്യം. അത് നഗരസഭയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരുമ്പോഴേ അത് നടക്കത്തുള്ളൂ. നഗരസഭയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതാണ്. ഓക്കെ, അഡ്വക്കേറ്റ് OM ശങ്കരൻ. OM ശങ്കർ, ഇവിടെ മറുപടി വ്യക്തമാണ്. ഓക്കെ, പറയാം. ഒരു നിമിഷം പ്ലീസ്. എന്തിനാ വെറുതെ സമയം കളയുന്നേ? ചോദിക്കാനുള്ള സമയമല്ലേ? പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തോടടുത്ത് MP-യുടെ നേതൃത്വത്തിൽ നേരത്തെ ഒരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കാൻ വേണ്ടി ഒരു തറക്കല്ലൊക്കെ ഇട്ട് ഗവർണർ വന്ന് ഇപ്പൊ കേട്ടത് ആ പദ്ധതി ഉപേക്ഷിച്ചെന്നാണ്. അതിനെപ്പറ്റി അത് കൂടുതൽ അറിയില്ല. ഇനി എന്താണെന്നുള്ളത് അന്വേഷിച്ച് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. അതാണ് അതിലെ ഒരു വിഷയം. മറ്റൊന്ന്, ഈ രാജ്യത്തെ പൊതു രാഷ്ട്രീയം എന്നത് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്, നിങ്ങൾ എതിർക്കാമെങ്കിൽ എതിർത്തു എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമല്ല, അതൊരു ഭീഷണിയാണ്. അതേ അവസരത്തിൽ പ്രകടന പത്രികയിൽ നടപ്പിലാക്കുന്നതിന് എതിർക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രകടന പത്രികയെ തന്നെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ല, നേരത്തെ പറഞ്ഞല്ലോ, സംശയവുമില്ല. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് CAA നടപ്പിലാക്കുന്നത്. BJPയുടെ പ്രകടന പത്രിക തന്നെ ജനങ്ങളുടെ ജീവിത പ്രശ്നം പരിഹരിക്കാനുള്ള പത്രികയല്ല. അത് അധികാരം ലഭിക്കാൻ വേണ്ടി മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയം വളർത്തിയെടുത്ത് മതവിശ്വാസികളെ ആകെ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കലർത്തി മതവിശ്വാസികളെ ഒരു പ്രത്യേക രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് അതൊരു ശക്തിയാക്കി മാറ്റുകയാണ്. ആ പ്രകടന പത്രികയോട് തന്നെയാണ് ഞങ്ങൾക്ക് എതിർപ്പ്. ഒരു ക്ഷേത്രം പൊളിച്ചു, അവിടെ ഒരു പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം പണിഞ്ഞു കഴിഞ്ഞു, പ്രശ്നം തീർന്നെന്നല്ലേ എല്ലാവരും കരുതിയത്? അടുത്ത പള്ളിയുടെ കീഴിലും വിഗ്രഹം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു, അതിന് അടുത്ത വീടിലും പറഞ്ഞു കണ്ടുപിടിക്കുന്നു. ഓരോ പള്ളിയുടെ കീഴിലുമുള്ള വിഗ്രഹങ്ങളെ തേടി നടക്കുകയാണ് ഇവര്. എങ്ങനെ ഇനി രാജ്യത്ത് സമാധാനം ഉണ്ടാവും?
ഓരോ പള്ളിയുടെയും കീഴിലും വിഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞല്ലേ പോകുന്നത്. സുപ്രീം അതെങ്ങനെ രാജ്യം ഇനി നന്നാവും? സുപ്രീം കോടതി വിധി അനുസരിച്ചല്ലേ? അതെ, സുപ്രീം കോടതിയിൽ വിധിച്ചു. സുപ്രീം കോടതിയിൽ വിധി വരാനുള്ള സാഹചര്യം എല്ലാം നമുക്കറിയാം. സുപ്രീം കോടതിയിൽ വരാനുള്ള കാര്യം അറിയാം. 400 വർഷക്കാലം ഇല്ലായിരുന്നല്ലോ ഇത്. 400 വർഷക്കാലം ഇല്ലായിരുന്നല്ലോ. ഹലോ, സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചാണ് അമ്പലം പണിതത്. അല്ലാതാണോ പറയുന്നത്? തർക്കം വേണ്ട, അതൊക്കെ കഴിഞ്ഞല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഒരേ സമയം UDF LDF പ്രതിനിധികളാണ്. UDF പ്രതിനിധിയോട് ഇന്ന് ആന്റണി MP ഇത്തരത്തിലൊരു നിരുത്തരവാദിത്തമായ പ്രസ്താവന നടത്തി. കുറച്ച് നാളുകൾക്ക് മുമ്പ് മണിപ്പൂരിലെ വിഷയങ്ങളാണെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് എപ്പോഴും പത്രസമ്മേളനം നടത്തി ഈ കേന്ദ്ര പദ്ധതികളെ സ്വന്തം പേരിലാക്കുകയും അതുപോലെ തന്നെ ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്ത രീതിയിൽ സാമുദായിക ധ്രുവീകരണം നടത്തുന്ന ഒരു MP ആണ് പത്തനംതിട്ടയിലെ MP. അതുപോലെ ഓമലൂർ ശങ്കരൻ സാറിനോട്, സാർ ഇവിടെ വലിയ മാതൃകകളെ കുറിച്ച് പറയുന്നു. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാൻ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് കേരളത്തിലല്ലേ സാർ? ഈ കേരളീയം പരിപാടിക്ക് വേണ്ടി എത്ര കോടിയാണ് സാർ നിങ്ങൾ ചെലവാക്കിയത്? നവകേരള സദസ്സിന് വേണ്ടി എത്ര കോടിയാണ് ചെലവാക്കിയത്? ഇത്തരത്തില് സർക്കാർ ജീവനക്കാർക്ക് KSRTC ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ എഴുതുന്ന കേരളത്തിന്റെ പൊതുകടം എത്രയാണ്? 3 ലക്ഷം കോടിയിലേക്ക് എത്തി നിൽക്കുകയാണ് സാർ. പറയട്ടെ ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിന്റെ ഔദാര്യം കാത്തിരിക്കുന്ന കേരള സർക്കാരാണ് പറയുന്നത് കേരളത്തിലെ വലിയ വികസന മാതൃകയായിരിക്കും. സംസ്ഥാന സർക്കാരിന്റെ LDF വികസന മാതൃക കാണണമെങ്കിൽ ഇതാണ്ട് നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. ഏറ്റവും വലിയത് നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. ഓക്കെ. അപ്പൊ അല്ല, നേരത്തെ ഒരു പരാമർശം വന്നതാണ്. പക്ഷേ എങ്കിലും പത്തനംതിട്ട MP നമ്മുടെ സൈനികരെയല്ലേ അപമാനിച്ചത്? ഒരിക്കലും അല്ല. അല്ല. പിന്നെ എങ്ങനെ ആ ഒരു പരാമർശം? BJP നേതാവായ ജമ്മു കാശ്മീർ ഗവർണറായ സത്യപാൽ മാലിക് പറഞ്ഞു എന്നാണ് ആന്റണി പറഞ്ഞത്. BJP നേതാവായ പറഞ്ഞല്ല, ഗവർണറായിരുന്ന സത്യപാൽ മാലിക് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത് ആന്റണി. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താ കാരണം? അത് തന്നെയാണ് പറഞ്ഞത്. സത്യപാൽ മാലിക് പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. രണ്ട് വികസന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ പറയുന്നു എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പദ്ധതികൾ നിർദ്ദേശിക്കാനും നടപ്പിലാക്കാനും ബാധ്യതയുള്ളയാള് എന്നുള്ള നിലയ്ക്കാണ് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഇവിടെ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യം പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ്, വയനാട് പാക്കേജ്, കുട്ടനാട് പാക്കേജ്, ഇങ്ങനെ ഒത്തിരി പാക്കേജുകൾ പ്രഖ്യാപിച്ചു. ഇവിടെ വന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാം എന്ന് വാഗ്ദാനം ഇവിടെ കോൺക്ലേവ് ഒക്കെ നടത്തി. UDF പ്രതിനിധിയാണ് സംസാരിക്കുന്നത്. അത് നിങ്ങൾ തന്നെയാണോ തടസ്സപ്പെടുത്തുന്നത്? കോൺക്ലേവ്, ഹലോ പ്ലീസ്, നിങ്ങളുടെ പ്രതിനിധിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കട്ടെ. സംസാരിക്കട്ടെ. വെറുതെ എന്തിനാ സമയം കളയുന്നത്? പ്ലീസ്. കോൺക്ലേവ് ഒക്കെ നടത്തി തൊഴിലവസരം കൊടുക്കാം. എവിടെ? ഏഷ്യാനെറ്റിൽ ജോലി കൊടുക്കാം, സ്വകാര്യ കമ്പനികൾ ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുകയാണ് ചെറുപ്പക്കാരെ കൊണ്ട്. ഒരൊറ്റ ചെറുപ്പക്കാർക്കും ഒരു തൊഴിലും കൊടുക്കില്ല. രണ്ട്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 1.5% വായ്പ എടുത്തുകൊണ്ടിരുന്നത്. 9.5% തുകയ്ക്കാണ് തോമസ് ഐസക് കിഫ്ബി എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടി വായ്പ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വിദേശ ഫണ്ടിങ് അടക്കം കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞാണ് ED വല വീശിയിരിക്കുന്നത്. ED വല വീശിയാൽ ഈ പറയുന്ന കോൺഗ്രസിനെ ഞങ്ങളുടെ ഒത്തിരി നേതാക്കന്മാരെ BJP ചൂണ്ടിയിട്ടുണ്ട്. അഴിമതിയുടെ പേരിൽ ED ചോദ്യം ചെയ്യുന്നതിന്റെ പേരിൽ ചൂണ്ടിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഇങ്ങനെ പോയാൽ ED ഒന്നും പിടിമുറുക്കിയാൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയായിട്ട് പോകും. കേരളത്തിൽ നിന്ന് ആരും പോയില്ലേ? ഉറപ്പാണോ? കേരളത്തിൽ നിന്ന് ആരും പോയില്ല, കോൺഗ്രസ് ആരും പോയില്ല. സഖാവേ പറയൂ മറുപടി. ധൂർത്തിനെ കുറിച്ചാണ് നേരത്തെ ചോദിച്ചത്. ഒരു ഭാഗത്ത് സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പറയുന്നു, മറുഭാഗത്ത് ധൂർത്ത് നടത്തുന്നു. എന്തിനായിരുന്നു നവകേരള സദസ്സ്? എന്തിനായിരുന്നു? സാമ്പത്തിക പ്രതിസന്ധി പല സന്ദർഭങ്ങളിലും ഉണ്ടാവാറുണ്ട്.
സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്നത് വരുമാന സ്രോതസ്സുകൾ തടസ്സപ്പെടുമ്പോഴാണ്. വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് നേരിട്ട് കിട്ടുന്നതും സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നൽകേണ്ടതും, ഇത് രണ്ടും കൂടെ ചേർന്നാണ് വരുമാന സ്രോതസ്സ്. ഇതിലേതെങ്കിലും ഒന്നിന് തടസ്സമുണ്ടായാൽ ഒരു താൽക്കാലിക സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും. കേരളത്തിൽ പല സന്ദർഭങ്ങളിലും ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം ട്രഷറിയിൽ ചില നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. അത് UDF ഭരിക്കുന്ന കാലത്തും വന്നിട്ടുണ്ട്, LDF ഭരിക്കുന്ന കാലത്തും വന്നിട്ടുണ്ട്. കാരണം മാർച്ച് മാസമാകുമ്പോൾ ലഭിക്കേണ്ട വരുമാനം ലഭിക്കാതിരുന്നാൽ സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നവകേരള സദസ്സിന് സർക്കാർ പണം വിനിയോഗിച്ചിട്ടില്ല. പിന്നെ ഇല്ല, നവകേരള സദസ്സ് മുഴുവൻ നടത്തിയത് ജനങ്ങളും വ്യക്തികളും സ്പോൺസേഴ്സും ചെയ്തിട്ടുള്ള പരിപാടിയിലാണ്. പത്തനംതിട്ടയിൽ നവകേരള സദസ്സ് നടത്തിയതിന്റെ കൃത്യമായ കണക്കുകളുണ്ട്. പത്തനംതിട്ടയിൽ സർക്കാർ ഫണ്ട് നവകേരള സദസ്സിന് വിനിയോഗിച്ചിട്ടേ ഇല്ല. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരുമില്ല. കാണിക്കാം. കണക്കറിയണമെന്നുണ്ടെങ്കിൽ നവകേരള സദസ്സിന് സർക്കാർ ഖജനാവിൽ നിന്ന് നവകേരള സദസ്സിന് ഫണ്ട് എടുത്തിട്ടില്ല. പക്ഷെ അത് മോശമല്ല. എങ്ങനെ പിരിച്ച് പരിപാടി നടത്തുന്നത് ശരിയാണോ? ഇവിടെ ഓരോ നവകേരള സർക്കാർ ഫണ്ട് എടുത്തിട്ടില്ല. എനിക്കറിയാം. ഞാന് ഈ ആറന്മുള നിയോജക മണ്ഡലം നവകേരള സദസ്സിന്റെ അതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്ത ആള് തന്നെയാണ്. സർക്കാർ ഫണ്ട് വിനിയോഗിച്ചിട്ടില്ല. അത് മറ്റു പല സംഭാവനകളുണ്ട്, അതുപോലെ തന്നെ സ്പോൺസറിംഗ് ഉണ്ട്. അവരിൽ നിന്ന് ലഭിച്ച പണമല്ലാതെ ഒരു തരത്തിലും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നവകേരള സദസ്സ് നടത്തിയിട്ടില്ല. അത് ദുരാരോപണമാണ്. എവിടെ ഇതൊക്കെ ചുമ്മാ അറിയാൻ പാടില്ലാതെ വെറുതെ ആരോപണം ഉന്നയിക്കരുത്. ഒരു തരത്തിലും നവകേരള സദസ്സിന് വേണ്ടി സർക്കാരിന്റെ ഫണ്ട് വിനിയോഗിച്ചിട്ടില്ല. അതുണ്ടെങ്കിൽ ആർക്കും ചോദിക്കാമല്ലോ, വിവരാവകാശ രേഖ പ്രകാരം ചോദിക്കാമല്ലോ, സർക്കാരിന്റെ ഏത് ഫണ്ടാ വിനിയോഗിച്ചത്. ഒരു ചോദ്യം കൂടി ഇന്ന് എനിക്ക് ഒരാൾ ഒരു മെയിൽ അയച്ചതാണ്. ഞാൻ അത് താങ്കളെ കാണിച്ചു തരാം. ഇംഗ്ലീഷിലാണ് മെയിലുള്ളത്. അതിന്റെ കണ്ടന്റ് ഞാൻ പറയാം. അതായത് താങ്കൾ വരുന്ന ഓമല്ലൂരിലെ സർവീസ് സൊസൈറ്റി, ആ സർവീസ് സൊസൈറ്റിയിൽ ഇപ്പോഴും ഡെപ്പോസിറ്റ് ചെയ്ത തുക തിരിച്ചു കിട്ടിയില്ല. ഒന്ന് സഖാവിനോട് ചോദിക്കണം. എനിക്ക് അങ്ങോട്ട് വന്ന് അല്ല, അത് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം കേരളത്തിലെ നിരവധി സഹകരണ സ്ഥാപനങ്ങൾ ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. നിക്ഷേപകരുടെ അത് LDF ഭരിക്കുന്ന സംസ്ഥാന ബാങ്ക് മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളും പലതും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. LDF മാത്രമല്ല, പത്തനംതിട്ട സഹകരണ ബാങ്ക്, പത്തനംതിട്ട ടൗണിലുള്ള സഹകരണ ബാങ്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരിക്കുന്നു, അതും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. സാമ്പത്തിക പൈസ തിരിച്ചു കിട്ടില്ല. വായ്പാ നിക്ഷേപ അനുപാതം വർദ്ധിക്കുകയും വായ്പ എടുത്ത ആളുകൾ വായ്പ തിരിച്ചടയ്ക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സഹകരണ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട്. ഈ സഹകരണ മേഖലാ പ്രതിസന്ധിക്ക് പരിഹാരം കാണുക എന്നുള്ളതല്ലാതെ ആ സഹകരണ മേഖലയെ തന്നെ തകർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തകർത്താൽ പിന്നെ കിട്ടാനുള്ള പണം ആരുടെയെങ്കിലും കിട്ടുമോ? അതുകൊണ്ട് ഈ വായ്പയുടെ അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ നിലനിൽക്കുന്നത്. വായ്പ എടുത്തോണ്ട് പോയ വായ്പകൾ. പ്രിയപ്പെട്ട സഖാവേ, ഈ പണം കടത്തിക്കൊണ്ടുപോകുന്ന ആരാ? ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ആരാ? CPM-ന്റെ പ്രതിനിധികൾ അടക്കല്ലേ? കരുവന്നൂർ, കണ്ടല CPI നേതാവ്. അതൊക്കെ വിഷയമേറെ. ഈ കേരള സംസ്ഥാനത്ത് ഏറ്റവും 16,000 സഹകരണ സ്ഥാപനങ്ങളുള്ള ബാങ്കുകളുള്ള സംസ്ഥാനമാണ് കേരളം. ആ 16,000 ബാങ്കുകളിൽ മഹാഭൂരിപക്ഷം ബാങ്കുകളും നല്ല ആദായകരമായി പ്രവർത്തിക്കുന്നു. എന്നാൽ കുറെ ബാങ്കുകളെ വായ്പാ നിക്ഷേപ അനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിട്ടുണ്ട്. അത് ഏത് വിധത്തിലും കരകയറുക എന്നുള്ളതല്ലാതെ അതിലൊരു അഴിമതിയോ ക്രമക്കേടോ ഉണ്ടോ എന്നുള്ളതല്ല. ഈ മെസ്സേജ് അയച്ച മെയിൽ അയച്ച ആളോട് എന്ത് പറയണം? മെയിൽ അയക്കുന്ന ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? ആർക്കും മെയിൽ അയക്കാം, ആർക്കും ചോദ്യം ചോദിക്കാം. അല്ല, ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ പണം തിരിച്ചു കിട്ടുമോ? അവിടെ ഒരു അഴിമതിയോടോ ക്രമക്കേടിന്റെയോ പേരിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി അല്ല. അതില് ഒരു വിശേഷിച്ചും ഒരു മെയിൽ അയക്കാനോ ഒരു ചോദ്യം ചോദിക്കാനോ ആർക്കും കഴിയും. ചോദിക്കുന്ന ആളിന് ഒരു പക്ഷേ ഈ കാര്യത്തെ സംബന്ധിച്ച് അറിവുകേടും ഉണ്ടാവാം, ബോധപൂർവമാകാം. എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പ്ലീസ്. ഈ ജനസഭയിലെ ആദ്യം ഒരു ചോദ്യം ഉന്നയിച്ചു. 10 വർഷമായി BJP സർക്കാർ വന്നിട്ട് BJP സർക്കാർ വന്നാൽ ഓരോ പൗരന്റെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ നിക്ഷേപിക്കും എന്ന് മോദിജി പ്രസ്താവിച്ചുവെന്ന്. പക്ഷേ നിങ്ങൾ ഈ പറയുന്നത് വളച്ചടിച്ച ഉള്ളൊരു വാക്കുകളാണ്. അതിന് ഞാൻ പറയാം, മോദി സർക്കാർ പറഞ്ഞിട്ടില്ല. 67 വർഷം ഭരിച്ച UP സർക്കാർ ഇവിടെ, ഈ UPA സർക്കാർ, ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ, 67 വർഷം ഇവിടെ UPA സർക്കാർ ഭരിച്ചു. ഈ 67 വർഷം ഭരിച്ച നമ്മുടെ ഈ മഹാരാജ്യത്തെ പൈസ കൊള്ളയടിച്ച് സമ്പാദിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ 135 കോടി ജനങ്ങളുടെ ഓരോ പൗരന്റെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വെച്ച് നിക്ഷേപിച്ചേനുമായിരുന്നാ പറഞ്ഞത്. നിങ്ങൾ വളച്ചടിച്ചു, കോൺഗ്രസ്സുകാരെ വളച്ചടിച്ചു. ഞാൻ അതിന് മറുപടി പറയാം. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്.
ഇന്നലെ പറയട്ടെ പറയട്ടെ എന്ന് നിക്ക്. പറയട്ടെ. ആ. ഞങ്ങൾ പറയട്ടെ. പറയട്ടെ, പറയട്ടെ, നിങ്ങൾ പറയട്ടെ. നിൽക്കുന്നേ, ആ. പറയട്ടെ. ആ. പറയട്ടെ. ആ. പറയട്ടെ. പറഞ്ഞോ, പറഞ്ഞോ. പിന്നെ നിങ്ങൾ നില്ലേ, നില്ലേ. പറയട്ടെ. പറയട്ടെ ചേട്ടാ. പറയട്ടെ, ചേട്ടാ, പറയട്ടെ. പറയാനാ ചേച്ചി പറഞ്ഞോ, പറയട്ടെ. ചേച്ചി പറയും. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പറയുന്നല്ലോ, നിങ്ങൾ ഇല്ലേ, ഇതുവരെ BJP അല്ലല്ലോ കേരളം ഭരിച്ചേ. കേരളം ഭരിച്ച BJP ആണോ? അല്ല. ആരാ ഭരിച്ചേ? LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ച് മുടിച്ചു. ശരിയല്ലേ? ഈ നിൽക്കുന്ന സ്റ്റാൻഡ് ഇപ്പൊ ഒരു കാറ്റ് അടിച്ചാൽ ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റുമോ? ഈ പൊടി ഒരു കാറ്റ് അടിച്ചാൽ ഈ സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റുമോ? പറ നിങ്ങള്. അതുപോലെ എനിക്ക് ഒരു മിനിറ്റ് അവർ പറയട്ടെ. ബഹളം വെക്കല്ലേ, ബഹളം. സാറിനോട് ചോദ്യം ചോദിക്കാനുണ്ട്. ശങ്കരൻ സാറിനോട് എനിക്കൊരു ചോദ്യം ചോദ്യം. സാറ് ഒരു നിമിഷം. ആരോഗ്യമേഖലയ്ക്ക് വലിയ വികസനമാണ്. ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉണ്ട്. പറഞ്ഞല്ലോ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ബാത്റൂം ഉപയോഗിക്കണേ കുപ്പി വെള്ളം കൊണ്ടുപോകണം. എനിക്കറിയാതെ നിങ്ങളൊക്കെ പറഞ്ഞു വലിയ വികസനം. എവിടെ വികസനം? ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വികസനം. അത് പറ. അതുപോലെ ഈ നിൽക്കുന്ന സ്റ്റാൻഡ് ഞാൻ പറയട്ടെ. ആന്റോ ആന്റണി 5 തവണ കൊണ്ട് നിങ്ങൾ മതി. വലിയ കാര്യങ്ങൾ പറയാതെ ഇവിടെ ഒരു കാറ്റടിച്ചാല് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഈ സ്റ്റാൻഡിന്റെ അവസ്ഥ എന്തുവാ? എത്ര വർഷമായി സ്റ്റാൻഡ് നിങ്ങൾ തുടങ്ങിയിട്ട്? മതി. ഈ സ്റ്റാൻഡിലെ എന്തുവാ പറയുക? ഇവിടെ എന്ത് വന്നെന്ന് പറഞ്ഞാലും അല്ലാണ്ടി ജയിക്കും. ഇവിടെ ഞങ്ങൾ ഭരിക്കും. BJP ഭരിക്കാൻ യാതൊരു പാസമില്ല. 3 തീർമാനം ഭരിക്കും. ചേച്ചി ജയിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ബിജെപിയുടെ നേതൃത്വത്തില് ബിജെപിയുടെ ശ്രീധരൻ പിള്ള സാറ് ഉണ്ടായിരുന്നല്ലോ മത്സരിക്കാൻ. കുമ്മന രാജശേഖരൻ ഉണ്ടായിരുന്നു മത്സരിക്കാൻ. ഈ നിൽക്കുന്ന സൂര്യ സാർ ഉണ്ടായിരുന്നല്ലോ മത്സരിക്കാൻ. എന്നിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ AK-ന്റെ മകനെ തന്നെ കൊണ്ട് മത്സരിപ്പിച്ച് നിങ്ങൾക്ക് ആർക്കും കഴിവില്ലെങ്കിലാണോ? അനിൽ ആന്റണി BJPയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറിയാണ്, ഓൾ ഇന്ത്യ വക്താവാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറിയെ തന്നെയാണ് ഞങ്ങളോട് മത്സരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കൂടെ അനുയോജ്യനായിട്ട് ഒരാൾ ഇവിടെ ഇല്ല. അദ്ദേഹം ഓൾ ഇന്ത്യ സെക്രട്ടറി കൂടിയാണ്. ഇന്ത്യ ഒരു മതേതര സെക്കുലർ രാജ്യമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ ശ്രീകോവിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഒരു മതത്തിന്റെ പൗരന്മാരെ കൊണ്ടുവരികയും രാജ്യത്തെ പിന്നോട്ട് നയിക്കുകയും ചെയ്ത ചെങ്കോലടക്കം കൊണ്ട് സ്ഥാപിച്ച് ഈ രാജ്യത്തിന് എന്ത് മാതൃകയും എന്ത് പുരോഗതിയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? കൃത്യമായ ഒരു വ്യക്തമായ ഒരു ഉത്തരവ് ഈ ജനസഭയിൽ തരണം. രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെ ആദരിക്കുന്നുള്ള ഗവൺമെന്റ് തന്നെയാണിത്. ചെങ്കോൽ ഇവിടുത്തെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. എല്ലാവരെയും ഞങ്ങൾ ആദരിക്കുന്നവരാണ്. അല്ലാതെ ഞങ്ങൾ ആരും ഒരു മതത്തെ നിരസ്കരിക്കുന്നവരല്ല. ഈ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങളെയും ആദരിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അടുത്ത ചോദ്യം. ദയവായി ഇതൊന്ന് കേൾക്കണേ. ഒരു മിനിറ്റ് ചോദിക്കട്ടെ. ഇതൊന്ന് കേൾക്കണേ. ദയവായി പറയുന്നൊന്ന് കേൾക്കണേ. പറയട്ടെ. ആര് പറഞ്ഞു വിളിച്ചില്ലെന്ന്? നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രചരണങ്ങളാണ്. രാഷ്ട്രപതി വിളിച്ചത് ആര് പറഞ്ഞു? നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രചരണങ്ങളാണ്. എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. ആരെയും പങ്കെടുപ്പിക്കാതിരുന്നിട്ടില്ല. അതൊക്കെ വെറും കള്ളപ്രചരണങ്ങളാണ്. ഞാനൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ജനസഭ പത്തനംതിട്ടയിലെ ജനസഭ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജനസഭ വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നാളെ ചെങ്ങന്നൂരിൽ കാണാം. ഇവിടെ കർഷകരുടെ നെഞ്ചത്ത്